പതിവ് പോലെ അവർ പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോയി. എന്നാൽ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മാതാപിതാക്കളോടൊപ്പം ബാലനായ യേശു ഉണ്ടായിരുന്നില്ല. അവർ പരിഭ്രാന്തരായി. എല്ലാവരോടും അവനെ തിരക്കി. എങ്ങും കാണാത്തതുകൊണ്ട് തിരികെ യെരുശലേമിലെത്തിയപ്പോഴേക്കും 3 ദിവസം കഴിഞ്ഞിരുന്നു. ദേവാലയത്തിലെ കാഴ്ച കണ്ട് അവർ ഞെട്ടിപ്പോയി. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നു. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അവൻ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു. പിന്നീട് അവൻ പള്ളികളിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഉപമകളാൽ ജനത്തോട് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു. പലവിധ അത്ഭുത പ്രവർത്തനങ്ങളും ചെയ്തു. പലരും പ്രവാചകനെന്നും രക്ഷകനെന്നും മിശിഹ എന്നും റബ്ബി എന്നും വിളിക്കാൻ തുടങ്ങി. നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ അവൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിക്കുകയും പലരിൽ നിന്ന് ഭൂതങ്ങൾ വിട്ടുപോവുകയും ചെയ്തു. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കണ്ട പലരും യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അനേകർ അവനിൽ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തപ്പോഴും മറുഭാഗത്ത് പള്ളിപ്രമാണികളും യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും കണ്ടവരും അവനെ ക്രൂശിക്കണമെന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചു. അങ്ങനെ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ആജ്ഞ പുറപ്പെടുവിച്ചു. ഈ സമയം യേശു ശിഷ്യന്മാരോടൊപ്പം ഗദസമനയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഗദസമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ അതിവേദയിൽ ആയിട്ടും തദനിഷ്ടം നടപ്പതിനനുസരിച്ചു. റോമൻ പടയാളികൾ യേശുവിനെ പിടിച്ചു. 7 കോടതികൾ മാറി മാറി അവനെ ചോദ്യം ചെയ്തു. അവസാനം കുറ്റമില്ലാത്ത രക്തത്തെ അവർ ക്രൂശിക്കാൻ തീരുമാനിച്ചു. ദൈവഹിതം നിറവേറ്റുവാൻ സർവ്വലോകരുടെ പാപങ്ങൾ സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് അവനതാ കാൽവറിയിൽ യാഗമാകുവാൻ ഭാരമേറിയ മരക്കുരിശും ചുമന്നുകൊണ്ട് വെച്ചും വേച്ചും വിറച്ചും വീണും എഴുന്നേറ്റും കാൽവറിയിലേക്ക് നടന്നകലുമ്പോഴും റോമൻ പടയാളികളുടെ ക്രൂരമായ മർദ്ദനത്തിനും ഇരയാകേണ്ടി വന്നു. കണ്ടാലോ ആളറിയുകയില്ല, ഉഴവുച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. അവസാനം മുൾക്കിരീടധാരിയായി 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ അവൻ ക്രൂശിക്കപ്പെട്ടു. ദേശത്തെങ്ങും ഇരുട്ട് വ്യാപിച്ചു. രക്തം വാർന്നൊലിക്കുന്ന ശരീരവുമായി അവൻ ഏകദേശം 9-ാം മണി നേരത്ത് ഏലി ഏലി ലമ്മ ശബക്ദാനി എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തൻ്റെ പ്രാണനെ വിട്ടു. മകൾ സ്നേഹം പരലോകപിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സ്നേഹത്തിൻ്റെ പ്രതീകമായി ലോകമെമ്പാടും അറിയപ്പെടുന്ന ഷാരോനിലെ ആ പനിനീർ പുഷ്പം ഇതാ ഇവിടെ അനേകരാൽ ത്യജിക്കപ്പെട്ട് കിടക്കുമ്പോഴും ഇനിയും അനേകർക്ക് വേണ്ടി തൻ്റെ സുഗന്ധം പാരിലാകെ നിറയട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.